record to this computer. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡേ 4-ലാണ് നിൽക്കുന്നത്. ഡേ 4-ൽ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മുടെ പൂർണ്ണമായും ഫോൺ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ചെയ്യുക. 11 ലാബ്സ് ഉപയോഗിക്കും, ക്യാൻവ ഉപയോഗിക്കും, ക്വായ്കട്ട് ഉപയോഗിക്കും, ക്ലോഡ് ഉപയോഗിക്കും. 11 ലാബ്സ് എന്താണ്? നമ്മളെ ടെക്സ്റ്റിനെ ഓഡിയോ ആക്കുന്ന ടൂളാണ് 11 ലാബ്സ്. ക്യാൻവ എന്ന് പറയുന്നത് നമുക്ക് ഡിസൈൻ ചെയ്യാനും നമ്മുടെ പിക്ചറിനെ കട്ട് ചെയ്യുക, നമ്മുടെ മലയാളത്തിലൊക്കെ ക്യാൻവ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ഇതിനകത്ത് റീഡിംഗ് കാർഡുകളിലൊക്കെ തെറ്റായ മലയാളം വാക്കുകളുടെ പുറത്തൊക്കെ എടുത്തു വെക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള സംഭവം ക്യാൻവയിൽ ചെയ്യാൻ പറ്റും. കായ്ക്കട്ട് എന്ന് പറഞ്ഞത് ഒരു വീഡിയോ എഡിറ്റിംഗ് ടൂൾ മാത്രമാണ്. അത് നമുക്ക് കായ്ക്കട്ട് തന്നെ എടുക്കണമെന്നില്ല, ഏത് ടൂളിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പൊ കായ്ക്കട്ട് നമ്മുടെ ആൻഡ്രോയിഡിനകത്ത് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഐഫോണിൽ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ എഡിറ്റിംഗ് ടൂളിൽ എടുത്ത് വെച്ച് ചെയ്താൽ മതി, അതിലും പറ്റും. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് എല്ലാത്തിലും ചെയ്യാൻ പറ്റും. ക്ലോഡ് AI ചാറ്റ് GPT. ക്ലോഡ് എന്ന് പറയുന്നത് ചാറ്റ് GPTക്ക് ശേഷം വന്ന ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. ഇത് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് തരും ചാറ്റ് GPTയേക്കാളും. ഓക്കെ, നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് കിടക്കുകയാണേ. ക്രിയേറ്റ് എ സിമ്പിൾ വീഡിയോ ഫോർ പ്രൈമറി സ്റ്റുഡൻസ്. പ്രൈമറി സ്റ്റുഡൻസിന് വേണ്ടി പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞൻ വീഡിയോ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കുന്ന വീഡിയോ കുഞ്ഞാണെങ്കിലും പിന്നീട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പിന്നീടുള്ള സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു ഹൈ എൻഡ് ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ കുഞ്ഞ് ചെയ്യാൻ സാധിച്ചാൽ ഹൈ എൻഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി നമുക്കൊരു PDF വേണം. PDF നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. 2ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിന്റെ ഫസ്റ്റ് യൂണിറ്റ്. അപ്പൊ അത് നമുക്ക് വേണ്ടി വരും. Read the given unit from the PDF. Create a very short unit abstract for primary students. Start with the unit number and a unit name. Write 3 to 5 simple lines using easy words. Focus only on the main idea. Keep sentence short and clear. Add one line conclusion at the end. വളരെ സിമ്പിൾ PDF, സിമ്പിൾ പ്രോംപ്റ്റ്. എന്താ പറഞ്ഞേക്കുന്നത്? ആ PDF കണ്ടന്റ് എടുക്കുക. PDF ഞാൻ ഒരു യൂണിറ്റ് മാത്രമേ ചെയ്തു വെച്ചിട്ടുള്ളൂ. അതിനകത്ത് നിന്ന് എന്തായാലും കണ്ടന്റ് എടുക്കണം. ക്രിയേറ്റ് എ വെരി ഷോർട്ട് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണം. സ്റ്റാർട്ട് വിത്ത് ദ യൂണിറ്റ് നമ്പർ ആൻഡ് യൂണിറ്റ് നെയിം. അതിന്റെ ആ യൂണിറ്റ് നമ്പർ അതിനകത്ത് അതിന്നായിരിക്കണം തുടക്കം. അപ്പൊ ആദ്യം ആ യൂണിറ്റ് നമ്പരും ആ യൂണിറ്റിന്റെ പേരും കാണിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അതിൽ 3 മുതൽ 5 സെന്റൻസേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വലിയ സെന്റൻസിലോട്ട് എങ്ങനെ മാറ്റാം? നമ്മൾ 3ഉം 5ഉം മാറ്റിയിട്ട് 10ഉം 20ഉം ഒക്കെ കൊടുക്കും. അത്രേ ഉള്ളൂ. ഫോക്കസ് ഓൺലി ഓൺ ദ മെയിൻ ഐഡിയ. ആ മെയിൻ ഐഡിയ മാത്രം ഫോക്കസ് ചെയ്യുക. കീപ് സെന്റൻസ് ഷോർട്ട് ആൻഡ് ക്ലിയർ. ഓക്കെ, അതെന്താണെന്ന് അറിയാം. ആഡ് വൺ ലൈൻ കൺക്ലൂഷൻ, ഒരു കൺക്ലൂഷൻ കൊടുക്കും. എത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പിക്ക് ചെയ്തു, വലിച്ചെടുത്തു. നമ്മളിപ്പോ ഇതിലെ എക്സ്പേർട്ട് ആയെന്ന് വിശ്വസിക്കുന്നു. കോപ്പി കൊടുത്തു. ഇവിടെ നിന്ന് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനകത്ത് പറയുന്നുണ്ട് ഓൾവേസ് അറ്റാച്ച് കറക്റ്റ് യൂണിറ്റ് വൈൽ ഗീവിംഗ് ദ പ്രോംപ്റ്റ്. നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റ് എന്താണ് അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞ ആ PDF കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ PDF എവിടെയായിരുന്നു? നമ്മുടെ ഇതിനകത്തല്ലേ? ഏതിനകത്താണ്? വാട്സപ്പിനകത്ത്. വാട്സപ്പിനകത്ത് അടക്കും. അപ്പൊ അതിനെ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലെ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ആണ്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഷെയർ 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 ഇതിലത്ത് ചാറ്റ് GPT ഉണ്ട്, ക്ലോഡ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് അറിയാന്നുള്ളതിലും ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. നമ്മൾ 2 റിവിഷൻ ചെയ്യുമ്പോൾ ഈ ക്ലോഡ് ഒന്ന് കാണിച്ചു തരാം. അറിയാന്നുള്ളതല്ലേ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആർക്കെങ്കിലും പറയാവോ ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ വാട്സപ്പിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇട്ട PDF ഷെയർ കൊടുത്തു, ചാറ്റ് GPTയിൽ ഷെയർ കൊടുത്തു. ഇപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ആർക്കെങ്കിലും പറയാവോ? എനിബഡി? നമ്മൾ എത്ര പേരുണ്ട് സാറേ? 13 പേരുണ്ട്. 13 പേരിൽ ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്താ ഇവിടെ നടന്നതെന്ന്?
ജോസൂട്ടി സാർ അറ്റാച്ച് ചെയ്തു സബ്മിറ്റ്. അറ്റാച്ച് ചെയ്തു. താങ്ക് യു. അറ്റാച്ച് ചെയ്താണ്. അതാണ് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മളത് എവിടെയാണ് കിടക്കുന്നത് കണ്ടുപിടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ഇത് മറ്റേ വാട്സപ്പിൽ കിടക്കുന്നതുകൊണ്ട് അതിന്റെ വാട്സപ്പ് ഫോൾഡറൊക്കെ കണ്ടുപിടിച്ചൊക്കെ എടുക്കാൻ പാടാം. ഇതിപ്പോ ഒറ്റ സ്റ്റെപ്പിൽ പരിപാടി കഴിഞ്ഞു. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. നമ്മളെ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ChatGPT അതിനെ ഈ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഒരു അബ്സ്ട്രാക്ട് തയ്യാറാക്കി, ആ യൂണിറ്റിന്റെ ഒരു അബ്സ്ട്രാക്ട് തയ്യാറാക്കി തന്നു. ഇത് നമുക്ക് പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് റിവിഷനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് കൂടുതൽ ഇമേജുകളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ കോപ്പി എടുത്തു. ഇനി നമ്മൾ എന്താണ് നമ്മുടെ ഇതിനകത്ത് പറഞ്ഞേ, നമ്മൾ സ്വൈപ്പ് ഉപയോഗിച്ച് മാറ്റി ക്ലാസ് റൂമിലേക്ക് വരിക. ക്ലാസ് റൂമിൽ പറയുന്ന രീതിയിലാണ് പോകുന്നത്. രണ്ടാമത് ക്രിയേറ്റ് ഓഡിയോ, സ്റ്റെപ്പ് 2 കാണുന്നുണ്ടല്ലോ. ക്രിയേറ്റ് ഓഡിയോ എന്ന് പറയുന്ന ഈ പ്രോസസ്സിലേക്ക് നമ്മൾ എത്തി. എന്റെ വോളിയം ഒന്നാൻ കുറയുന്നുണ്ടെങ്കിൽ പറയണേ. കോപ്പി ദ ജനറേറ്റ് അബ്സ്ട്രാക്ട് പേസ്റ്റ് ഇൻ 11 ലാബ്സ്. ഓക്കെ, 11 ലാബ്സ് എടുക്കുക. നമുക്ക് അതിനകത്താണ് ബാക്കി കഥകളൊക്കെ പറയുന്നത്. അത് ഇവിടെ പറയുന്നുണ്ട്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പേസ്റ്റ് ചെയ്യണം എന്നുള്ളത്. 11 ലാബ്സ് എങ്ങനെ എടുക്കും? ഈ ഏറ്റവും താഴത്തെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ എടുത്ത് 11 ലാബ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത് ഞാൻ അതിനെ ക്ലിക്ക് ചെയ്തു. അതിനകത്ത് ഫസ്റ്റ് തന്നെ 11 ലാബ്സ് കാണാൻ പറ്റും. അതെടുക്കുന്നു. എന്നിട്ട് ലോഗിൻ കൊടുക്കുന്നു. എന്തായിരിക്കും വരാൻ സാധ്യത? ലോഗിൻ കൊടുത്തു. എന്റെ ഓൾറെഡി ഞാൻ ജിമെയിലില് ലോഗിൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് മറ്റൊന്നും ചോദിച്ചിട്ട് നേരെ കയറിപ്പോയി. നമുക്ക് ഇൻസ്റ്റന്റ് സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഈ 11 ലാബ്സിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇത് ഒരുപാട് ആവശ്യം വരുന്ന സാധനമാണ്. 11 ലാബ്സിനകത്ത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ പെട്ടെന്ന് ഈ ChatGPT ടെക്സ്റ്റ് ആക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വോയിസ് കിട്ടും. നമ്മുടെ വോയിസ് നമ്മൾ പല നിർദ്ദേശങ്ങളും, ഇപ്പൊ അറിയിപ്പുകളൊക്കെ സ്കൂളിൽ കൊടുക്കണമെന്ന് വിചാരിച്ചോളൂ. ഒരു നീണ്ട അറിയിപ്പാണെങ്കിൽ നമുക്ക് ഈ 11 ലാബ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ OLAP-ന്റെ കുറെ നിർദ്ദേശങ്ങളൊക്കെ വരാറില്ല, പരസ്യങ്ങളൊക്കെ, അത് ഈ 11 ലാബ് ഉള്ള ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രേക്കുകളോ മറ്റ് നോയ്സോ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും വരത്തില്ല. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇൻസ്റ്റന്റ് സ്പീച്ച് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ആയി വന്നു. ഏറ്റവും അവസാനം കിടന്ന സാധനമാണ് അതിനകത്ത് കിടക്കുന്നത്. അതിനെ ഞാൻ കളഞ്ഞിട്ട്, ഇത് അംബ്രല്ല തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം ബാച്ച് 2-കാർക്ക് ഇതെടുത്തത്. അപ്പൊ അവരുടേതാണ്, നമുക്ക് നമ്മുടേത് മതി. ഇപ്പൊ ChatGPT എനിക്ക് തയ്യാറാക്കി തന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏത് ആണ് ലാം എന്ന് പറയുന്ന സൗണ്ട് ആണ് കിടക്കുന്നത്. ലയത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഓപ്പൺ ആയി വന്നത്. വേണം ഒരിക്കൽ കാണിച്ചു തരാം. ലയം ഉണ്ടോ, പച്ച കളറിൽ മുകളിൽ ആ ലയം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് രാജു ഉണ്ട്, പ്രിയങ്ക, ലയം, ശ്രാവണി. അപ്പൊ അതിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു വോയിസ് ഒന്ന് നോക്കുകയാണ്. ഞാൻ രാജു ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഇപ്പൊ മുകളില് ലയം മാറി രാജു വരണമെങ്കിൽ സക്സസ് ആവുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ ക്ലിക്ക് ചെയ്തിട്ടും വന്നില്ല. രാജു വിസിബിൾ ആണ്. കട്ട് ചെയ്തിട്ട് ഈ ആഡ് സ്പീക്കർ എന്ന് കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് ആ കൺക്ലൂഡ് മാറ്റിയിട്ട് വേറെ സ്പീക്കറിനെ കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ആദ്യ ഘട്ടത്തിൽ നിന്ന് ഓരോ സ്റ്റെപ്പ് വരുമ്പോഴും പുതിയ പുതിയ ടൂളുകളൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഫീമെയിൽ വോയിസ് ആണ് കൊടുക്കുന്നത്.
ആദ്യം ചെറിയ കാര്യങ്ങൾ പഠിക്കും, പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോന്ന് ചെയ്യുമ്പോൾ പുതുതായിട്ട് ഓരോ ടൂളായിട്ട് ഉപയോഗിച്ച് നമ്മളിങ്ങനെ വരും. പ്രിയങ്ക വന്നു, പ്രിയങ്ക വന്നു. ഓക്കെ, നമ്മൾ എന്താണ് സെറ്റിങ്സിൽ ചെയ്യേണ്ടതെന്ന്, സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 11v3 എന്ന് പറയുന്ന ഓപ്ഷൻ ആണെന്ന് ഉറപ്പാക്കും, ഏറ്റവും ആദ്യം കാണും. ബാക്കി രണ്ടെണ്ണവും ശബ്ദം പതറും. ഈ 11 ലാബ്സ് അറിഞ്ഞൂടാത്ത, ഇതിനു മുമ്പ് ചെയ്യാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പറയാം. നമ്മൾ 11 ലാബ്സ് എന്ന് പറയുന്നത് ടെക്സ്റ്റിനെ സ്പീച്ച് ആക്കാനുള്ളതാണ്. നമ്മൾ അവിടുന്ന് ഈ അബ്സ്ട്രാക്റ്റിനെ കൊണ്ടുവന്നല്ലോ ആ പാഠഭാഗത്തിന്റെ, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. ഏത് ആളുടെ ശബ്ദത്തിലാണ് വേണ്ടത്, ഇവിടെ ഞാൻ മുകളിൽ രാജു എന്ന് പറയുന്ന ആളുടെ ശബ്ദം എടുത്തു, രണ്ട് പ്രിയങ്ക എന്ന് പറയുന്ന ഒരാളുടെ ശബ്ദം എടുത്തു. അപ്പൊ രണ്ട് കൺക്ലൂഷൻ പറയേണ്ടത് പ്രിയങ്കയും ആദ്യത്തെ അബ്സ്ട്രാക്ട് പറയേണ്ടത് രാജുവാണ്. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനി നമുക്ക് ജനറേറ്റ് ചെയ്ത് ശബ്ദം കിട്ടാൻ വേണ്ടി ജനറേറ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. അപ്പോ അവിടെ ജനറേറ്റ് ചെയ്ത് തുടങ്ങും, പണി തുടങ്ങും. ഇനി നമുക്ക് രണ്ടെണ്ണം തരും. പ്രിയങ്ക, നമുക്ക് ഈ ക്യാരക്ടറൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ പല വോയിസ് മാറ്റി നമുക്ക് പരീക്ഷണം നടത്താം. ഇപ്പൊ ഞാൻ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഡൗൺലോഡ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ 11 ലാബ്സിന്റെ ജോലി കഴിഞ്ഞു. ഞാൻ വോയിസ് കേട്ടു, ഞാൻ സാറ്റിസ്ഫൈ ആയി. അപ്പൊ എന്ത് ചെയ്യും, അതൊന്ന് വെളിയിലിറങ്ങും. വെളിയിലിറങ്ങിയിട്ട് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം കയ്യോടെ അതിന്റെ പേര് മാറ്റണം. അതിന്റെ പേര് മാറ്റിയിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ സ്പീഡ് കൂടിപ്പോയി. ഫോൾഡർ ഓപ്പൺ ആക്കുക, റീസെന്റ്, ഇതിങ്ങനെ ആയിരിക്കും പറ്റുന്നത്. നമ്മൾ ഫോൾഡർ ഓപ്പൺ ആകും, അതിൽ ഏറ്റവും റീസെന്റ് ഫയൽസ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ആദ്യം കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ മോർ എന്ന് പറഞ്ഞ ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് റീനെയിം, ഫയലിന്റെ റീനെയിം ചെയ്ത് ശീലിക്കുക. അതൊരു നല്ലൊരു ഹാബിറ്റ് ആണേ. യൂണിറ്റ് 1 റീനെയിം, യെസ്, അവിടെ ആയിക്കഴിഞ്ഞു. ഇനി എന്താ അതിനകത്ത് അടുത്ത് പറഞ്ഞേക്കണേ, ക്ലാസ് റൂമിലോട്ട് വരാം. ക്രിയേറ്റിംഗ് ഓഡിയോ കഴിഞ്ഞു. ഇനി ക്രിയേറ്റ് വീഡിയോ യൂസിങ് യൂട്യൂബ് ക്രിയേറ്റ്, ഓപ്പൺ യൂട്യൂബ് ക്രിയേറ്റ് ഓഡിയോ നറേഷൻ റിലേറ്റഡ് ഇമേജ് ഷോർട്ട് വീഡിയോ ക്ലിപ്സ് അറേഞ്ച് ഇൻ ദിസ് ഓർഡർ, ടൈറ്റിൽ സ്ക്രീൻ യൂണിറ്റ് മെയിൻ അബ്സ്ട്രാക്ട് എൻഡിങ്. നോക്കട്ടെ, യു ക്രിയേറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ യൂട്യൂബ് ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ യൂട്യൂബ് വീഡിയോ വെച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു, ചെയ്യാനും പറ്റി. അതവിടെ നിൽക്കുകയാണ്. നമുക്ക് ഇമേജിലോട്ടാണ് പോകേണ്ടത്. ആയിട്ടില്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് വീണ്ടും ആ പാഠഭാഗം ഒന്ന് കാണാം. പാഠഭാഗം എവിടെയുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് പാഠഭാഗം കിടക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യാൻ പോണേ, മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കാണുന്ന പാഠഭാഗത്തിനെ നമ്മൾ ഇങ്ങനെ എടുക്കും. എന്നിട്ട് ആദ്യത്തെ യൂണിറ്റ് ഈ കാണുന്നില്ലേ, ഈ യൂണിറ്റിനെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കും. എങ്ങനെ, ഓരോ ഫോണിലും ഓരോ രീതിയാണല്ലേ. ചിലരുടെ ഫോണിൽ 3 പേരിലും കൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് കിട്ടും. അയ്യോ, എനിക്ക് കിട്ടിയില്ല. ഞാൻ രണ്ട് ഈ എന്റെ ഫോണില് പവർ ബട്ടണും ഈ വോളിയം ഡൗണും പ്രസ് ചെയ്യുമ്പോഴാണ് സ്ക്രീൻഷോട്ട് കിട്ടുക. ഓക്കെ, എനിക്ക് കിട്ടി, ആദ്യത്തെ കിട്ടി. അപ്പൊ ഇതായിരിക്കും എനിക്ക് ഫസ്റ്റ് നമ്മുടെ സ്റ്റോറി കാണിക്കുമ്പോഴേ. ഇത് കാണിക്കുമ്പോഴുള്ള ഗുണം എന്താ, കുട്ടി കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ആണ്, അപ്പൊ അവന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ രണ്ടാമത്തെ ഇമേജ് ആണ്, അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. രണ്ടാമത്തെ എടുത്തു, മൂന്നാമത്തെ എടുത്തു,
മൂന്നാമത്തെ എടുത്തു. ഇനി കുറച്ച് ഓടിച്ചു വിടാം. എല്ലാ ഇമേജും വേണ്ട. അവസാനം എല്ലാ അനിമൽസും കൂടെ അതിന്റെ ബാക്കിലിരിക്കുന്നു ഇമേജ്. ഇതും കൂടെ ഇരിക്കും, ഇതും കൂടെ ഇരിക്കും. അപ്പോ സ്റ്റോറി ഒരു സൈഡിൽ കൂടെ പറയും, ഇമേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി ക്യാൻവ ഇവിടെ കിടപ്പുണ്ട്. ക്യാൻവയുടെ ഫ്രീ വെർഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാൻവ ഓപ്പൺ ചെയ്യുക. ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം മനസ്സിൽ വേണം നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പോർട്രേറ്റ് ആണോ, ലാൻഡ്സ്കേപ്പ് ആണോ, മൊബൈലിലാണോ കാണിച്ചു കൊടുക്കേണ്ടത്, അതോ സ്ക്രീനിലാണോ കാണിച്ചു കൊടുക്കേണ്ടത്, യൂട്യൂബിലാണോ ഇടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വേണം. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ഫോണിൽ ഉപയോഗിക്കുന്ന ഫോർമാറ്റ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെയുള്ള സാധനത്തിൽ, ഫേസ്ബുക്ക്. അപ്പൊ സോഷ്യൽ മീഡിയ ക്ലിക്ക് ചെയ്യാം. സോഷ്യൽ മീഡിയ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം കുറെ ഇത് കാണിക്കും. എന്നത് യൂട്യൂബ് തംബ്നെയില്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, അത് 4:5 ആണ്. അങ്ങനെ കുറെ സൈസുകൾ കാണിക്കും. യൂട്യൂബ് ഷോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂട്യൂബ് ഷോർട്ട് എന്ന് പറഞ്ഞ ഇതില് ഞാൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ സൈസിലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. യൂട്യൂബ് ഷോർട്ട് എന്ന് പറഞ്ഞ സൈസിൽ ആണ് വരുന്നത്. ഇനി അടുത്ത വിൻഡോ എന്താണ് കാണിക്കുന്നത്, അതിന്റെ കുറച്ച് ഡിസൈൻ. നമുക്ക് ഈ ഡിസൈൻ വേണ്ടല്ലോ, നമ്മൾ അതിനെ പതുക്കെ വലിച്ചു താഴെ ഇടും. ഇങ്ങനെയാണ് വന്നത് യൂട്യൂബ് ഷോർട്ട്. ഓക്കെ, ഒന്ന് ബാക്ക് എടുക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആണെങ്കിലോ എനിക്ക് വീഡിയോ വേണ്ട, അതിനാണ് ഞാൻ നോക്കുന്നത്. വീഡിയോയിൽ താഴെ വീഡിയോ വേണ്ട. ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള സാധനം, ഇത് കൊള്ളാം. ഇത് കണ്ടോ, ഇങ്ങനെ വരണം നോക്കിക്കോണേ. ഈ ഇൻസ്റ്റാഗ്രാം ഷോർട്ട് എടുത്തപ്പോൾ കറക്റ്റ് ആയില്ല, ഇതിപ്പോ കറക്റ്റ് ആയിരുന്നു. ഇത് നമുക്ക് സാധാരണ പേജ് എഡിറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇങ്ങനെ കിട്ടിയ എളുപ്പമുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് മനസ്സിലായ? ഞാൻ PDF ഓപ്പൺ ആക്കി സ്ക്രീൻഷോട്ട് എടുത്തില്ലേ, ആ സ്ക്രീൻഷോട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഗാലറി എടുത്ത്, നമ്മൾ ഗാലറി എടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കാണി. ഗാലറി എവിടെ കിടക്കണേ? ഈ ഗാലറി എന്ന് പറഞ്ഞാൽ ആ ക്യാമറയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹലോ, വീട്ടില് കുട്ടികളുടെ പരിപാടി. വൈഫൈ ഓഫ് ചെയ്ത. ഓക്കെ, ഇപ്പൊ നമുക്ക് കേൾക്കാമല്ലേ? കാണാമല്ലോ, സ്ക്രീൻ കാണാം, കേൾക്കാം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പോ നമ്മളെ ഇമേജ് ആയി. ഇത് ആദ്യത്തെ ഇമേജ് ആണ്. ഇതുപോലെ നമ്മൾ ഒരു 4-5 ഇമേജ് പെട്ടെന്ന് എടുത്ത് വെക്കും. എങ്ങനെ അടുത്ത ഇമേജ് എടുക്കുക? താഴെ ഒരു പ്ലസ് ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ഇമേജ് ഗാലറി എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്തു. രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുന്നത് ഈ ആഡ് ടു പേജ്. അതിനെ നമ്മൾ ക്രോപ്പ് ചെയ്ത് കറക്റ്റ് സാധനത്തിലാക്കി ചെയ്യാം. നമ്മൾ ചെയ്ത് എക്സ്പെർട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിലോട്ടൊന്നും വരണ്ട, ക്യാൻവയിലോട്ടൊന്നും വരണ്ട കേട്ടോ. ഞാൻ പർപ്പസ്ഫുള്ളി ക്യാൻവ എടുത്തതാണ്, വെറുതെ അതിലൊന്ന് ഉപയോഗിച്ച് അതിലും കൂടെ ഒന്ന് തെളിയാനായിട്ട്. വെറുതെ നമുക്ക് ഈ ഗാലറിയിലുള്ള എഡിറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ക്യാൻവയിലും കൂടെ ഒന്ന് ആവാനായിട്ടൊന്ന് ചെയ്യുന്നതാണ്. ഗാലറി എടുത്തു,
മൂന്നാമത്തെ ഇമേജ് കൊടുത്തു, ആഡ് ടു പേജ് കൊടുത്തു, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളയണം. അപ്പൊ അതിന് നടുക്കത്തെ ആ ഓപ്ഷനാണ്, ഇതാണ് ഞാൻ പിടിക്കുന്നേ. ഇങ്ങനെ ചെയ്ത് നോക്കുക, ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതാകുമ്പോൾ പാഠപുസ്തകം തന്നെ നമ്മുടെ കയ്യിലിരിക്കും. അപ്പൊ കുട്ടിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ പരിചയമില്ലാത്ത ഇമേജ് അല്ല, പാഠപുസ്തകം തന്നെയായിരിക്കും വരണം. നമ്മുടെ ഈ ഓലാപ്പിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് റെഫറൻസ് പിക്ക് ചെയ്ത് കുറച്ചും കൂടെ ഇതിനേക്കാളും ഹൈ ക്വാളിറ്റി ഉള്ള ഇമേജുകളാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. ഇത് മൂന്നാമത്തെ ഇമേജ് ആയി. നാലാമത്തെ പ്ലസ് ക്ലിക്ക് ചെയ്ത് നാലാമത്തെ ഇമേജ് എടുത്തു. നാലാമത്തെ ഇമേജ് എടുത്തു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. നാലാമത്തെ ഇമേജ് എടുത്തു. നാലാമത്തെ ഇമേജിൽ എനിക്ക് പണിയായിട്ടൊരു സാധനമുണ്ടേ, അത് നല്ലതാണ്. നിങ്ങൾക്ക് ഒരു സാധനം പറഞ്ഞു തരാനും പറ്റും. നമുക്ക് ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റി 9 എന്ന് പറഞ്ഞ കാണിക്കുകയില്ലേ, എനിക്ക് അതിനെ ഒഴിവാക്കണമെന്നൊരാഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതില് ടൂളിൽ വന്നിട്ട് ഇമേജ് ടൂൾസിൽ കയറിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മാജിക് എറേസർ എന്ന് പറഞ്ഞൊരു സാധനം കാണും. ഒരിക്കലും പറഞ്ഞുതരാം. മാജിക് ടൂൾസ് എടുത്ത് അതിനകത്ത് മാജിക് എറേസർ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് വർക്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വർക്ക് ഷീറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. തെറ്റായിട്ടുള്ളതിനെ മാച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് കുറച്ച് വർക്ക് ബുക്ക് ഒന്ന് എഡിറ്റ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ ക്യാൻവയിൽ. അതായത് നമ്മളെ ചാറ്റ് GPT ജനറേറ്റ് ചെയ്യുന്ന വർക്ക്ഷീറ്റ് ക്യാൻവയിൽ കൊണ്ടുവന്ന് അതിനെ ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ഇമേജ് ടൂളിനകത്ത് മാജിക് എറേസർ, വേറെ ഒന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാം, ഒരുപാട് ടൂളുകളുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള ടൂൾ മാത്രമേ ഞാൻ പറഞ്ഞിരുന്നു. മാജിക് എറേസർ നോട്ട് ചെയ്യുന്നവരൊന്നും നോട്ട് ചെയ്ത് വെച്ചോ, ഇത് ഭയങ്കര ഉപയോഗമുള്ളതാണേ. ഞാൻ എൻ്റെ 2 വിരലും കൊണ്ടൊന്ന് വലുതാക്കി ആവശ്യമില്ലാത്ത അതിനെ ഈ ബ്രഷ് സൈസ് ഒന്ന് ചെറുതാക്കണം. നമ്മുടെ ഈ സൈസിന് കണക്കാക്കി വെച്ചിട്ട് ഇതിനെ ഒരുപാട് സ്ഥലത്ത് സഹായിക്കുന്ന ഒരു ടൂളാണ്. എറേസ് കൊടുക്കുമ്പോൾ അത്രയും ഭാഗം അങ്ങ് പോകും. ഓക്കെ, കണ്ട, അടിപൊളി, സൂപ്പർ. ഓക്കെ, ആ ടൂളൊന്ന് പറയാനായിട്ടായിരുന്നു ഞാൻ അതിലോട്ട് വന്നത്. ഇനി ഒരെണ്ണം കൂടെ ചെയ്യുമ്പോൾ എൻ്റെ 5 ഇമേജ് ആവും. ഗാലറി എടുത്തു, അവസാനത്തെ ആ ഇമേജ് കൂടെ കൊണ്ടുവന്നു, അതിനെ ഒന്ന് വലുതാക്കി, ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് വലുതാക്കാം, സൗകര്യം. ക്രോപ്പ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനാക്കി. ക്രോപ്പ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനാക്കി. റെക്കോർഡഡ് വീഡിയോസ് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ റെക്കോർഡഡ് വീഡിയോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് മടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടുതൽ എപ്പോഴും ചെയ്യാനുള്ള ഒരു ഇത് വരും. ഓക്കെ, അപ്പൊ അതായി നമ്മൾ 5 വീഡിയോസ് ആയി. യെസ്, ഇനി ഇതിനെന്താ നമ്മൾ ചെയ്യുക? ഇതിനെ എൻ്റെ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ അപ്ലോഡും ഡൗൺലോഡും ഉണ്ട്. അതിൽ ഡൗൺലോഡ് ബട്ടണാണ് മുകളിലോട്ട് ആരോ കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യും. ഒരു പെട്ടി പോലെ ഒരെണ്ണം വെച്ചിട്ട് അതിന്റെ പുറത്തോടെ അങ്ങോട്ട് മുകളിലോട്ട് പോവുക എന്നുള്ളതാണല്ലോ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്ക് PNG ഉണ്ട്, JPG ഉണ്ട്, PDF ഉണ്ട്. നമുക്ക് JPG ആയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. JPG എന്ന് പറഞ്ഞിട്ട് 1 പേജ് താഴെ എത്ര കാണിക്കുന്ന 1 മുതൽ 5 വരെ പേജ് ഉണ്ട്. 1 മുതൽ 5 വരെ പേജുകൾ ഡൗൺലോഡ് കൊടുത്ത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വരികയാണ്. യെസ്, ഇത് നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഗാലറി, ഈ ഞാനിപ്പോ എടുത്ത 5 ഇമേജ്
കൃത്യമായിട്ട് ഓർഡറിൽ വന്നിട്ടുണ്ട്. അതവിടെ കിടക്കട്ടെ. നമുക്ക് ഇനി ക്ലാസ് റൂമിലോട്ട് വരാൻ വീണ്ടും. ഇനി അതിനെ അവസാനം വീഡിയോ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വീഡിയോ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ക്വൈക്കട്ട് എന്ന് പറഞ്ഞു. ക്വൈക്കട്ട് അതെടുക്കുന്നു. അത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗൂഗിളിന്റെ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ടൂള് നമ്മൾ പഠിച്ചു. അതുമായിട്ട് ആ ഒരു ലോജിക്കിൽ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് താഴെ റീസെന്റ് ചെയ്ത ഒക്കെ കാണും. ന്യൂ എഡിറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും മുകളിലത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പുതിയ സാധനങ്ങൾ അതിനകത്ത് കാണിക്കും. നമുക്ക് ഒരു ഇമേജ് കൊടുത്ത് അതിനകത്തോട്ട് കയറാം. ഏറ്റവും ആദ്യത്തത് ഇതായിരിക്കും, യൂണിറ്റ് വരണം. യെസ്, അത് തന്നെ. അപ്പൊ അതിനെ കൺഫേം കൊടുത്തു. പിന്നെ അതിനോടൊപ്പം രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത് ഇത്രയും കൊടുത്ത് ഡൺ കൊടുക്കുമ്പോൾ ഇത്ര എൻ്റെ ഫോണിലേക്ക് വരും. നമ്മൾ ഓഡിയോ അവിടെ കിടപ്പുണ്ട്, ആദ്യം നമ്മൾ ജനറേറ്റ് ചെയ്ത്, അത് മറക്കാൻ പാടില്ലല്ലോ. ഒരിക്കൽ കൂടെ പറയേണ്ടി വരും, ആ റെക്കോർഡ് സ്റ്റോപ്പ് ആയല്ലോ. റെക്കോർഡ് സ്റ്റോപ്പ് ആയല്ലോ. ഇല്ല, സ്റ്റോപ്പ് റെക്കോർഡിങ് ഇല്ല, റെക്കോർഡിങ് നടക്കുകയാണ്. ഓക്കെ, യെസ്, റെക്കോർഡിങ് നടക്കുകയാണ്. ഓക്കെ, ഇനി ഓഡിയോ എടുക്കുകയാണ്. ആഡ് ഓഡിയോ എടുത്തിട്ട് നമ്മുടെ ഇതിനകത്ത് എങ്ങനെയാ എടുക്കണമെന്ന് പറഞ്ഞുതരാം. ഈ ആഡ് ഓഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഏറ്റവും പ്രത്യേകിച്ച് ക്ലിപ്പ് ഒന്നും ഞാൻ സെലക്ട് ചെയ്യാതെ വെറുതെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആഡ് ഓഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആഡ് സബ്ടൈറ്റിലുണ്ട്, സബ് ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ഓഡിയോ കൊടുക്കുകയാണ്. ആഡ് ഓഡിയോ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതിനകത്ത് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇമ്പോർട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട്. എന്നിട്ട് ലോക്കൽ ഓഡിയോ, ലോക്കൽ ഓഡിയോ. അപ്പോൾ ആദ്യത്തെ ഏറ്റവും അവസാനം ചെയ്തത് ആദ്യം വന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ഓരോ പിക്ചർ ക്ലിപ്പുകൾക്കനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഇതിനകത്ത് ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞു തരാമേ. ആദ്യത്തെ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേവ് കാണാൻ പറ്റും, ഈ ഓഡിയോ വേവ്. അതിന്റെ ഈ ഭാഗത്ത് വന്നിട്ടാണ് ഇത് തീരും. അപ്പൊ ആദ്യത്തെ അതിന്റെ പിടിച്ച് വലിച്ച് ഇവിടെ വരെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് തീരുന്നില്ലേ? മറ്റേ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ യൂണിറ്റ്. യെസ്, ഓരോന്നിന്റെ ആ കണക്കാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. ഇനി ഓഡിയോ അവിടെ മുഴുവനും വന്നിട്ടില്ല, കാരണം ഇമേജിന്റെ സൈസിനനുസരിച്ചാണ് തോന്നുന്നത്. അതിനെ വലിച്ച് അങ്ങോട്ട് അറ്റം വരെ പിടിച്ചിടുക. ഇത്രയുണ്ട്. മുകളിലോട്ട് നോക്കിയാൽ 30 .00.30 എന്ന് കാണിക്കും. അതായത് 30 സെക്കൻഡുള്ള ഓഡിയോ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയത്. വെറും 30 സെക്കൻഡ്. നമുക്ക് ക്ലാസ് റൂം പ്രവർത്തനത്തിനൊക്കെ കൂടി 40-45 മിനിറ്റ് അല്ലേ കിട്ടുള്ളൂ. 30 സെക്കൻഡ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. സ്പീഡിൽ ചെയ്യുകയാണ്. ഇങ്ങനെ വലിച്ച് വലിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അങ്ങ് ചെയ്തിടുക. ഓക്കെ, 30 സെക്കൻഡിനുള്ള സാധനങ്ങളായി. നമ്മൾ ഒരിക്കൽ കൂടെ റിവിഷൻ നോക്കും. ഇത്രയും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കൂടെ കൊടുക്കാം? നമുക്ക് ഇതിന്റെ ടെക്സ്റ്റ് കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. എന്ത് ചെയ്യാം ടീച്ചേഴ്സ്? ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി യെസ്, സബ് ടൈറ്റിൽ കൊടുത്ത് ആഡ് സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ ഓൾറെഡി
ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ചാറ്റ് GPT ഇല്ലേ? അവിടെ നിന്ന് നമുക്ക് ഇതിനെടുത്ത് കോപ്പി എടുത്ത് ഓരോ വരി വായിക്കുന്നതിന് താഴെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അവിടെ ഇരുന്ന് നല്ല രീതിയിൽ വായിക്കും. ആ സബ് ടൈറ്റിൽ എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എ സ്മോൾ ആൻഡ് ഗോഡ് വെറ്റ്. ഓക്കെ, ഇത് ടിക്ക് കൊടുത്ത് നമുക്കിതിനെ ഫസ്റ്റ് വരി ഇവിടെ ആയിരിക്കും വരിക, ഈ ആൻഡ് നടന്നു പോകുന്നതിന്റെ അവിടെ കൊണ്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് വെക്കാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് താഴെ വൈറ്റ് ഒരുപാട് ഉള്ളതുകൊണ്ട് സുഖമുണ്ട്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ ഒരു രസമായിട്ടൊക്കെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ എഡിറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രസമുള്ള ഫോണ്ടൊക്കെ ആക്കാം, കുറച്ചും കൂടെ റീഡബിൾ ഒക്കെ ആക്കാം. ഒന്ന് വലുതാക്കി, തീരെ വലുതാക്കണ്ട, കാരണം ഇത് ചെറിയ സെന്റൻസ് ആണ്, ഇനി അങ്ങോട്ടുള്ള വലിയ സെന്റൻസ് ആയിരിക്കും. ഇങ്ങനെ വരും. സബ് ടൈറ്റിൽ കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി. ആഡ് സബ് ടൈറ്റിൽ ടെക്സ്റ്റ് എവിടെ കിടപ്പുണ്ട്? ചാറ്റ് GPT നേരെ മുറിച്ച് കൊടുക്കേണ്ടി വരും, കാരണം ഒരു വരി നിൽക്കില്ല. നോക്കാം, നമുക്ക് താഴോട്ട് സ്ഥലം ഉണ്ടല്ലോ, കോപ്പി. ഒരു പേസ്റ്റ് ആവും. ഇപ്പോ ഈ മഷ്റൂമിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഈ ഏറ്റവും താഴെ ഒരു ആരോ ഇല്ലേ, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യണേ. അങ്ങനെയാണ് ഇത് താഴെ വന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇത് ഒരു വരിയിൽ നിൽക്കും. പ്ലേ നോക്കാം. ഇനി നമുക്ക് ഒരിക്കൽ കൂടെ പറയേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഫുൾ വർക്ക് ചെയ്യുന്നില്ല. ഇത്രയും ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാം. ആർക്കെങ്കിലും നമ്മൾ ഇത്രയും ചെയ്തതിൽ എന്റെ കൂടെ ആരെങ്കിലും ചെയ്തുകൊണ്ടിരുന്നവരുണ്ടോ? കൂടെ എന്നോടൊപ്പം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എങ്കിലേ സംശയം വരത്തുള്ളൂ. ചെയ്യാം കേട്ടോ, ഞാൻ ചെയ്യുമ്പോൾ എന്റെ കൂടെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇനി സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഒരു ലാപ്ടോപ്പും മൊബൈലും വെച്ച് ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു മൊബൈലിൽ കാണുകയും മറ്റൊരു മൊബൈലിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതായിരിക്കും. ഇനിയുള്ളതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ശീലം വയ്ക്കുന്നത് നല്ലതാണ്. ഹലോ സാറേ. എന്ത് പറ്റിയത്? കേൾക്കുന്നു. പറയുന്നു ടീച്ചർ. അതെ, ഈ കായ്ക്കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതില്ലേ ആപ്പില്ലേ, അതിനകത്ത് പെർമിഷൻ ചോദിക്കണ്ടല്ലോ ഡൗൺലോഡ് ചെയ്യുമ്പോഴേ. ഞാൻ ഇവിടെ ഒന്ന് മൈക്ക് ഓഫ് ചെയ്തോട്ടെ. ടീച്ചർ പറയൂ. ആ സാറേ, അതെ കായ്ക്കട്ട് അത് പറഞ്ഞില്ലേ, ഒരു ആപ്പ് പറഞ്ഞില്ലേ, അപ്പൊ അതിനകത്ത് നമ്മളെ ഓപ്പൺ ചെയ്യുമ്പോഴേ പെർമിഷൻ ചോദിക്കുന്നുണ്ടേ. അപ്പൊ അത് കൊടുക്കും, നമ്മുടെ ഫോണിന്റെ ആക്സസ് ആണ് ചോദിക്കുന്നത്. ആ ആ അത് നമ്മൾ കൊടുത്താലല്ലേ നമ്മുടെ ഫോണിൽ നിന്ന് ഇതെടുക്കാൻ പറ്റൂ, കണ്ടന്റ്. ഓക്കെ. സാറെ, ക്യാൻവയില് മാജിക് ഇറേസർ അതെനിക്ക് ഓപ്പൺ അല്ല, മീൻസ് പ്രീമിയം അങ്ങനെയാണ് കാണിക്കണേ. ഞാൻ വാട്സാപ്പിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. ഓ, അങ്ങനെ വരണം അല്ലേ?
മാജിക് എറേസർ വർക്ക് ചെയ്യുന്നത്. ടീച്ചറിന് മറ്റത് ചെയ്യാൻ പറ്റിയില്ല, ടീച്ചർ വേർഷൻ. ഇല്ല, ഞാനത് കണ്ടില്ല. ഒന്നുകൂടി ഇടോ? എനിക്ക് ചിലർക്ക് പെട്ടെന്ന് നടക്കുന്നു. നമ്മുടെ ജോസ് കുട്ടി സാറിന് ഇതുവരെ പറ്റിയതായിട്ട് അറിഞ്ഞില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് റിവിഷൻ നോക്കാം. നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് നോക്കുകയാണ് ഈ സ്റ്റെപ്പുകൾ. ആദ്യം നമ്മുടെ ക്ലാസ് റൂമിലെ ഡേ 4 ആണ് നിൽക്കുന്നത്. ഡേ 4 നമ്മളെ പ്രോംപ്റ്റ് കിടപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചാറ്റ് GPT നോക്കിയത്, ഇത്തവണ നമ്മൾ ക്ലൗഡിലാണ് നോക്കുന്നത്. ക്ലൗഡ് എന്ന് പറയുന്ന ടൂൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ടൂൾ വെച്ച് നമുക്ക് ഇതിൽ ചെയ്യുന്ന പോലെ, ചാറ്റ് GPT ചെയ്യുന്ന പോലെ ക്ലൗഡിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിൽ കിടക്കുന്ന അതിനെ ക്ലിക്ക് ചെയ്തിട്ട് PDF ഇതാ കിടക്കണം, സ്റ്റാൻഡേർഡ് ടു ഇംഗ്ലീഷ്. അതിനെ ക്ലിക്ക് ചെയ്ത് ഷെയർ കൊടുത്തു. ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരത്തെ ചാറ്റ് GPT കൊടുത്തു, ഇപ്പൊ ക്ലൗഡ് കൊടുക്കുകയാണ്. ഇപ്പൊ ക്ലൗഡിൽ അറ്റാച്ച് ആവും. അറ്റാച്ച് ആകുന്നതിനോടൊപ്പം തന്നെ ഞാൻ പേസ്റ്റ് കൊടുക്കുകയാണ്. ഇതല്ല, പ്രോംപ്റ്റ് കോപ്പി ആയില്ല. വീണ്ടും ക്ലാസ് റൂമിൽ പോയിട്ട് നമ്മുടെ പ്രോംപ്റ്റ് കോപ്പി കൊടുക്കുന്നു. ഇനി വീണ്ടും ഇവിടെ വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. അപ്പൊ വെയിറ്റ് ചെയ്യും. ഒരു കുഞ്ഞ് എക്കോ വരുന്നുണ്ട്. ഞാൻ ഈ ലാപ്ടോപ്പും ഫോണും കൂടെ അടുത്തിരിത്താണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ എക്കോ വന്നത്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. വോളിയം കുറച്ച് വെച്ചപ്പോൾ എക്കോ കുറഞ്ഞു. അത് ശ്രദ്ധിച്ച ചെറിയൊരു എക്കോ വരും. രണ്ടും ഒരേ സമയം ആവശ്യമുണ്ട്, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ പ്രോംപ്റ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ ആദ്യമായിട്ട് ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു റിസൾട്ട് ചെയ്യിക്കുകയാണ്. അതിൽ സോണറ്റ് 4.6 എന്ന് പറഞ്ഞ വെർഷനാണ് വരുന്നത്. ഒരു വലിയ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, കാരണം സിമ്പിൾ പ്രോംപ്റ്റ് ആണ്. ചാറ്റ് GPT തന്നതുപോലെ തന്നെ തരും. ഉണ്ടോ ഒരു കുഞ്ഞൻ റിസൾട്ട്. നമ്മൾ അതിനെ കോപ്പി എടുക്കുന്നു. എന്നിട്ട് എവിടെ വരും? 11 ലാബ്സ്. 11 ലാബ്സ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്ത് 11 ലാബ്സ് ഓപ്പൺ ആക്കി അതിനകത്ത് ഇതിനെ 11 ലാബ്സ് പേസ്റ്റ് ചെയ്ത് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കയറി ഓൾറെഡി ഉള്ള ജിമെയിലിൽ വെച്ച് കയറി അകത്ത് കയറും. ഇന്നത്തെ ടൂളുകളിൽ ഒരുപാട് സാധ്യതകളാണ്. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ നമ്മൾ പറയുന്നുണ്ട്. ആദ്യം നമ്മൾ നടന്ന പോയ ആ വഴികളിലൂടെ നിങ്ങൾ നടക്കുക, എന്നിട്ട് അതൊന്ന് പരീക്ഷണങ്ങളൊക്കെ നടത്തണം. ഇതിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി കഴിയുമ്പോഴാണ് നമ്മൾ അതിൽ മാസ്റ്റർ ആയിട്ട് മാറും. സെലക്ട് ഓൾ കൊടുക്കാൻ പറ്റില്ല. സെലക്ട് ഓൾ കൊടുത്ത് ബാക്ക് കൊടുത്താൽ എല്ലാം അങ്ങ് പോകും. എന്നിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ പുതിയ അബ്സ്ട്രാക്റ്റും അതിന്റെ ഒരു കൺക്ലൂഷനും ഒക്കെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ രാജുവാണ് കിടക്കുന്നത്. രാജുവിനെ നമ്മൾ ജനറേറ്റ് സ്പീച്ച് കൊടുത്ത് ഓക്കെ ആക്കിയാണ്.
ഡൗൺലോഡ് ബട്ടൺ കൊടുത്തു. അത് ആയിക്കില്ല, ഡൗൺലോഡ് ആയില്ല, അത് കറങ്ങി തീരട്ടെ. എന്നാൽ രണ്ടാമത്തെ ഡൗൺലോഡ് ആയി. ഇപ്പൊ ഒന്നാമത്തോ രണ്ടാമത്തോ നമ്മൾ കേട്ട് നോക്കണം. ചിലപ്പോൾ ഒന്നാമത്തേക്കാളും നല്ലതായിരിക്കും രണ്ടാമത്തെ. അതിനെ ഡൗൺലോഡ് ചെയ്തു. മുകളിൽ കൺഫർമേഷൻ വെയിറ്റിംഗിലാണ്. കൺഫേം ആയില്ല. വന്നു ഡൗൺലോഡ്. ഇപ്പോഴാണ് കൺഫേം ആയത്. ഇനി നമ്മൾ നമ്മുടെ മൈ ഫയൽസ് എന്ന് പറഞ്ഞതിനടുത്തു റീസെന്റ് ഫയൽസിനകത്തോട്ട് പോയി നമ്മുടെ ഏറ്റവും അവസാനത്തെ പേജ് ഉണ്ട്, അതിനെ റീനെയിം ചെയ്തു. യൂണിറ്റ് 1 നേരത്തെ ഓൾറെഡി ഉണ്ടല്ലോ ആ പേര് എന്നാണ് പറയുന്നത്. 1B കണ്ട, റീനെയിം. അപ്പൊ 1B വന്നു. ഇനി നമ്മൾ എവിടെ പോവും? ക്വായ്ക്കട്ട് പോവുക. ഇത് ക്വായ്ക്കട്ട് എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൽ ഉള്ള ടൂളാണ്. ഐഫോണിന്റെ ഒരു ടീച്ചർ ഡൗട്ട് വിളിച്ച് ചോദിച്ചു. അതിന് ഐഫോണിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഏത് സോഫ്റ്റ്വെയറിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഐഫോണിൽ ഉപയോഗിക്കുന്നവർ അങ്ങനെ ചെയ്യാം. ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് ടൂൾ എടുക്കുമ്പോൾ ഇങ്ങനെ അതിന്റെ ഒരു ഇന്റർഫേസ് കാണും. അതിനകത്ത് ന്യൂ എഡിറ്റിംഗ് അല്ലെങ്കിൽ ന്യൂ പേജ് എന്നോ എന്തെങ്കിലും ഒരു ന്യൂ കാണും. അതിൽ ഈ പ്ലസ് ഐക്കണും കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏതാണോ, വീഡിയോ ആണോ ഫോട്ടോ ആണോ എന്താണോ വേണ്ടത് കൊണ്ടുപോകേണ്ടത്, നമുക്ക് ഏറ്റവും അവസാനത്തത് നമ്മൾ ഇതിനിടയിൽ വർക്ക് ചെയ്ത സമയത്ത് എഡിറ്റ് ചെയ്തു അല്ലേ, ക്യാൻവയിലിട്ട് എഡിറ്റ് ചെയ്തു. ആ ഇമേജുകളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ ഇമേജ് സെലക്ട് ചെയ്യാണ്. യൂണിറ്റ് കാണിക്കണം. ഇതാണ് യൂണിറ്റ് കാണിക്കുന്നത്. പക്ഷെ ഇത് ഫുള്ളുള്ള ഇതല്ല. ഇതിൽ യൂണിറ്റ് കാണിക്കുന്നത് ഇതല്ല. ഇതോ? യെസ്, ഇതാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്. കൺഫേം. 2, 3, 4, 5 അഞ്ചെണ്ണത്തിന് ഞാൻ ഡൺ കൊടുത്ത് നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നു. ഇനി ഓഡിയോ എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഓഡിയോ ഫയൽ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പൊ എന്നോട് ചോദിച്ചു മ്യൂസിക് ലൈബ്രറി ഉണ്ട്. അതല്ല, നമുക്ക് വേണ്ടത് ഇമ്പോർട്ട് ആണ്, ലോക്കൽ ഓഡിയോ ആണ്, യൂണിറ്റ് 1 ആണ്. പക്ഷെ ഇത്തവണ ഒരു അബദ്ധം പറ്റി, വന്നിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല. യൂണിറ്റ് 1B എന്ന് കൊടുത്തു നോക്കട്ടെ, കിട്ടുമെങ്കിൽ. നമുക്കതല്ലേ വേണ്ടത്. 1B സെർച്ച്. യെസ്, യൂണിറ്റ് 1B. കണ്ടോ, നമുക്ക് ഇത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് നന്നായി. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ എനിക്ക് കിട്ടി. ഞാൻ സെർച്ച് ബട്ടണിൽ കൊടുത്താണ് ചെയ്തതേ. യൂസ്. ഓക്കെ, ഇങ്ങനെ വന്നു. ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആവശ്യത്തിനനുസരിച്ച് വലിച്ചു നീട്ടി ക്ലിപ്പുകളൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വലിച്ചു നീട്ടണം. സ്റ്റോറിക്ക് അനുസരിച്ച് കറക്റ്റായിട്ട് പിടിച്ചു വെക്കുക. വോളിയം എല്ലായിടത്തും എത്തിയില്ല, വോളിയം താഴെ കിടക്കണേ ഉള്ളൂ. ആ വോളിയത്തിനെ വലിച്ചങ്ങ് മാക്സിമം അങ്ങ് പോണടത്തോളം വയ്ക്കണം. അപ്പൊ ഇത്രയുണ്ട്. ഇത് എത്ര സെക്കൻഡ് ഉണ്ട്? 32 സെക്കൻഡ് കഴിഞ്ഞ് ഒരു കുറച്ചും കൂടെ നിൽപ്പുണ്ട്. ഈ 33 സെക്കൻഡ് വരും. 33 സെക്കൻഡ് വരും. കുഴപ്പമില്ല, നമുക്കൊരു ക്ലാസ് ടൈമിൽ ഒരു 33 സെക്കൻഡ് ഒക്കെ ഇതിന് ചെയ്യാവുന്നതേ ഉള്ളൂ, മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. മറ്റ് പ്രവർത്തനങ്ങളെ ബാധിക്കാതെ ഒരു 32 സെക്കൻഡ്. ഓക്കെ, ഇനി സബ് ടൈറ്റിൽ എങ്ങനെ കൊടുത്തേ? ആഡ് സബ് ടൈറ്റിൽ കൊടുത്തിട്ട് നമ്മൾ കോപ്പി എടുത്തോണ്ട് വരണം. എവിടെ നിന്ന്? ഇതിനകത്തുനിന്ന് കോപ്പി എടുത്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. കൊണ്ടുവയ്ക്കണം. അതിനാവശ്യമുള്ള സ്റ്റൈലിലൊക്കെ ക്ലിക്ക് ചെയ്ത് ഫോണ്ട്സ് ക്ലിക്ക് ചെയ്യാം, സ്റ്റൈല് ക്ലിക്ക് ചെയ്യാം, എഫക്റ്റുകളൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ കണ്ട പൊട്ടിത്തെറിയും ബഹളമൊക്കെ ഉണ്ട്. അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രസമുള്ള സാധനങ്ങളാണ്.
അപ്പൊ അതെല്ലാം ഒന്ന് പരീക്ഷണം നടത്തി ഒരു അനിമേഷൻ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അത് കൊള്ളാം. അപ്പൊ അത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. അതിനടുത്ത് ഡ്രാഗ് ആ പർട്ടിക്കുലർ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. ആ ക്ലിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആവുന്നതാണേ. ഇതിപ്പോ ഒരു ക്ലിപ്പ് ആയുള്ളൂ. ഇനി ഒരെണ്ണം കൂടെ എങ്ങനെ ആഡ് ചെയ്യും? ആഡ് സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ സ്റ്റോറി പോയി, രണ്ടാമത്തെ ലൈൻ പിടിച്ചു. വരൂ. രണ്ടാമത്തെ ലൈൻ ഞാൻ ഇങ്ങനെ കൊണ്ടുവരികയാണേ. ഇറ്റ് വരെ വന്നിട്ട് ഇങ്ങനെ വന്ന് കോപ്പി എടുത്തു, ഇനി വന്നു ഇതിനകത്ത് വെച്ചു. ഇത് നമ്മളെ ലാപ്ടോപ്പിലുള്ള ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. എനിക്ക് ലാപ്ടോപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടിയെ ഇഷ്ടം. സമയത്തിന് നമുക്ക് തീർക്കാൻ പറ്റില്ല, വലിയ സൈസ് ആയിരിക്കും. ഇത് നമ്മളൊന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തങ്ങ് പോകും. ശീലിച്ചു കഴിഞ്ഞാലേ വീഡിയോ പെട്ടെന്ന് ചെയ്യും. ഓക്കെ, കഴിഞ്ഞു. അലൈൻമെന്റ് ഒക്കെ മാറി കിടക്കണം, കറക്റ്റ് ആയിട്ടൊക്കെ എടുത്ത് വെച്ച് ചെയ്തോണേ. റൊട്ടേറ്റ് ചെയ്യാനും ടെക്സ്റ്റ് ഒക്കെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഒക്കെ എഡിറ്റ് ചെയ്ത്. എങ്ങനെയാണ് ഞാൻ എഡിറ്റ് കൊടുത്തത്? ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തപ്പോൾ ഒരു പെന്നിന്റെ സിമ്പിൾ അതിൽ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. താഴോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഡൗൺ ആരോ കിടക്കുകയായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ താഴെ വരും. ഓക്കെ ടീച്ചേഴ്സ്, അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യേ. ഞാൻ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അയച്ചു തരും. അതിനാ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു. ഇതിൽ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഏറ്റവും മുകളിൽ. ആ ഡണ്ണ് ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരാൻ. കീപ്പ് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ ഫോണിലോട്ട് എക്സ്പോർട്ട് ആവുക. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയേ. ഇതിപ്പോൾ നമ്മൾ ഫോണിൽ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഇതിലുണ്ടോ, സംശയമുണ്ടോ ചോദിക്കാനായിട്ട് ആർക്കെങ്കിലും? സാറേ എയോട് ചോദിച്ചു കഴിഞ്ഞാൽ റിമൂവ് മറ്റേ എറേസ് ചെയ്ത് തരത്തില്ല സാറേ? ഏതാണ്? നമ്മളിപ്പോ ക്യാൻവയ്ക്കകത്ത് എറേസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ എയോട് പറഞ്ഞ എറേസ് ചെയ്ത് തരത്തില്ലേ സാറേ? ഓ, പെർട്ടിക്കുലർ ടെക്സ്റ്റ് എറേസ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അത് എറേസ് ചെയ്യും. ഇപ്പൊ ഒരു വെൽക്കം എന്ന് പറഞ്ഞ കിടക്കുകയാണെങ്കിൽ റിമൂവ് വെൽക്കം എന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഈ അതിന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാധനം എന്ത് ചെയ്യാൻ പറ്റും? സ്പീച്ച് ബബിളൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയാം. നമുക്ക് ഒരു എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സാധനം, ഒരു ഷേപ്പ് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ അയച്ചതിൽ തന്നെ സ്കൂൾ ടെക്സ്റ്റോ അങ്ങനെ എന്തോ ഒരു വാട്ടർമാർക്ക് കിടപ്പുണ്ട്. അത് പോകുമെന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെയൊക്കെയുള്ള റിമൂവ് ആകുമോ എന്നുള്ളത് സംശയമാണ്. അപ്പൊ ഇതിപ്പം ക്യാപ്കട്ട് ചെയ്യണമെന്നില്ല, ഞാനത് ഇതിനകത്ത് ഒന്ന് കുത്തി കയറ്റിയതാണ്. കാരണം അത് നമ്മളൊന്ന് ശീലിക്കാൻ വേണ്ടിയിട്ടേ. ഇനി അങ്ങോട്ടൊക്കെ ഉള്ളതിന് അതും കൂടെ ആവശ്യമാണ്. നമ്മളെ ഇതിൽ ശരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ 2Bയിൽ പഠിച്ചു. അപ്പൊ അതുകൊണ്ടാണ് അത് ഇതിന്ന് ഒഴിവാക്കി. അപ്പൊ അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഇതിനകത്ത് മനഃപൂർവ്വം കയറ്റി വെച്ചതാണ്, പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഈ 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കുറെ വർക്കുകളൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഈ ക്രിയേറ്റിൽ പോയി എടുക്കണമെന്ന് പറയുമ്പോൾ അപ്പം എന്ത് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ അതും നോക്ക്. സാറ് പറഞ്ഞതും ചെയ്യാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടീച്ചർ വേറൊരു അഭിപ്രായം ചോദിച്ചത് എന്തെന്നാ, അവര് പറഞ്ഞു നമ്മുടെ ഗാലറി ഇല്ലേ, ഗാലറിക്കകത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ അതെ ഇങ്ങനെ ഒരു ഇമേജ് കാണാം. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് കൊടുത്തിട്ട് ഇവിടെ ഇട്ടും കട്ട് ചെയ്യാം. അതിനും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാനത് പർപ്പസ്ഫുള്ളി അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
ഇങ്ങനെ ഞാൻ ചെയ്ത മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊരു നിയമമില്ല. നിങ്ങൾക്ക് കൺവീനിയന്റ് തോന്നുന്ന രീതിയിലൊക്കെ ചെയ്യാം. മറ്റേതൊന്ന് പരിശീലിച്ചിരുന്നാ മതി. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയാനായിട്ട് പറഞ്ഞു. നമുക്ക് റിസൾട്ട് കിട്ടണം, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ അങ്ങനെ കട്ട് ചെയ്തു. ഇനി അടുത്ത് നോക്കുമ്പോ ആ ഇമേജ് കണ്ടോ, ഈ ആ ഒറ്റ ഇമേജ് ഇതെല്ലാ ഫോണിലും കാണും. അപ്പൊ അങ്ങനെ ഒന്ന് പരീക്ഷിക്കും. അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാൽ മതിയേ. പിരിയാം സാർ, ടീച്ചേഴ്സ്. താങ്ക് യു സാർ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ബൈ. ഓക്കെ സാർ, താങ്ക് യു. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിക്കണം ടീച്ചർ, തീർച്ചയായും.